ഹലോ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നാടൻ മത്തിക്കറിയാണ് കേട്ടോ. മത്തിയൊക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി. ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുക്കാം. പിന്നെ പുളി ആവശ്യത്തിന് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് അതിൽ കടുകിടുക. കടുകിന് അതുപോലെ തന്നെ കടുകെടുത്ത പോലെ തന്നെ ഉലുവയും കൂടി ഇട്ട് നന്നായി ഒന്ന് ചൂടായി വരണം. ചൂടായ ശേഷം നമ്മുടെ ചെറിയുള്ളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റണം. പെട്ടെന്നായി വരാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. മത്തിക്കറി നമുക്ക് തേങ്ങയിടാതെ മുളകിട്ട് വയ്ക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിവിടെ തേങ്ങയിട്ടിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായി വഴറ്റി വന്ന ശേഷം നമുക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം കൂടി ഇതിൽ ചേർത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനോടൊപ്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം നന്നായി വഴറ്റി വന്ന ശേഷം നമ്മൾ പൊടികൾ ചേർക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ആ ഒരു പൊടിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ചൂടാക്കണം. നന്നായി ചൂടാക്കി എടുക്കുക. നന്നായി ചൂടായി വന്ന് എല്ലാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ പുളി നമ്മൾ വെള്ളത്തിലിട്ട പുളി നന്നായി പിഴിഞ്ഞ് ഒഴിക്കുക. ആവശ്യത്തിന് പുളി ചേർക്കണം കേട്ടോ. മീൻ പുളി ആയതുകൊണ്ട് നന്നായി ചേർക്കണം. അപ്പോൾ പുളി ഒഴിച്ച് അത് തിളയ്ക്കുന്ന വരെ നമുക്ക് തേങ്ങ ചിരവ. അപ്പോൾ എന്നെ സഹായിക്കാൻ ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ചിരവി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ കൂടെ ഒരു 2-3 ചെറിയുള്ളി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. പാല് വേണമെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാം. ഞാൻ തേങ്ങാപ്പാൽ എടുക്കാതെ നന്നായിട്ട് അരച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുളി ഒഴിച്ചത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് മീനൊന്ന് ചെറുതായി വെന്ത് വരുന്ന ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കുന്നത്. അപ്പോൾ ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം തേങ്ങ ഒഴിക്കുക. തേങ്ങ ഒഴിച്ച് നല്ല തിളവന്ന ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ മീൻ കറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.